നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ് 2025 ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് 2025 എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ഫാക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ എന്നാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇത് ISRO വിജയകരമായി പൂർത്തിയാക്കിയ ഡേറ്റ് ജനുവരി 16. 2025 ജനുവരി 16 ISRO ഈ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഏതൊക്കെ പേടകങ്ങളെയാണ് കൂട്ടി യോജിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ SDX-01നെയും SDX-02നെയുമാണ്. SDX-01നെയും SDX-02നെയുമാണ്. SDX-01 ചേസർ 220 കിലോഗ്രാം ഭാരമുള്ള ചേസർ ഉപഗ്രഹത്തെയും അതേ ഭാരമുള്ള ടാർഗറ്റിനെയും തമ്മിൽ എന്ത് ചെയ്തു? കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ ഇവിടെ ചേസർ ആയിട്ട് നിന്നത് SDX-01 ടാർഗറ്റ് ആയിട്ട് നിന്നത് SDX-02മാണ്. അപ്പൊ ഈ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയകരമായി ആ ഒരു പരീക്ഷണം പൂർത്തിയാക്കിയ ഡേറ്റ് ഓർക്കുക, 2025 ജനുവരി 16. അടുത്തത് സോനാമാർഗ് തുരങ്കപാതയെ കുറിച്ചാണ്. ഈ സോനാമാർഗ് തുരങ്കപാത അടുത്തിടെ തുറന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പൊ ജമ്മു കാശ്മീരിൽ പ്രവർത്തനയോഗ്യമായ സഞ്ചാരയോഗ്യമായ പാതയാണ് സോനാമാർഗ്. ഈ സോനാമാർഗ് പാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അതാണ് ഇമ്പോർട്ടന്റ്. സോനാമാർഗിനെയും ഗഗൻഗിറിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സോനാമാർഗിനെയും ഗഗൻഗിറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയാണ് സോനാമാർഗ് തുരങ്കപാത. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 2024 ലഭിച്ചത് K അരവിന്ദാക്ഷൻ. K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിന്. അടുത്തത് 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി അടുത്തിടെ സ്ഥാനമേറ്റത് ആര്? ഡൊണാൾഡ് ട്രംപ് ആണ്. 2025 ജനുവരി 20 അദ്ദേഹം സ്ഥാനമേറ്റത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. JD വാൻസ് ആണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ കേരള സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം പ്രതീക്ഷിത ചോദ്യമാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തതൊരു വിയോഗമാണ്. രാമസ്വാമി മാണിക്യ വാസകം. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഉപഗ്രഹമായ ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടറാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഉപഗ്രഹമായ ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടർ അടുത്തിടെ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരാണ് രാമസ്വാമി മാണിക്യ വാസകം. രാമസ്വാമി മാണിക്യ വാസകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ പറ്റി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേര് അശ്വതി എന്നാണ്. എപ്പോഴും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തുടക്കത്തിൽ പറയുന്ന കാര്യം എന്റെ പേര് അശ്വതി എന്നാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ്. LD ക്ലർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോ ലോങ് ലീവിലാണ്. ഓക്കെ, അപ്പോ ഒരുപാട് പേര് ചോദിച്ചു ഇങ്ങനെ മാമിന്റെ ജോബ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ LD ക്ലർക്ക് ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ലോങ് ലീവിലാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. നമ്മുടെ ഇപ്പോ വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OAM മെയിൻസിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ അടക്കമാണ് ബാച്ച് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഴ്സിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം അവൈലബിൾ ആണ്.
പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട, ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഒരുപാട് പേര് എഴുതുന്ന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ടൈം ടേബിൾ വൈസ് ആയിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീക്ക് 1 വീക്ക് 2 ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഓരോ ആഴ്ചയും എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ എക്സാമും എഴുതി റിവിഷനും അടിച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ മതിയെ. അതുപോലെ ഫയർമാന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന LGS ആണ്. ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന, ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പിക്കാവുന്ന കമ്പനി LGS, ബെവ്കോ LD, അതുപോലെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട്, ഇതിനൊന്നും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ജനറൽ PSC എന്ന് പറഞ്ഞ ബാച്ച് കോഴ്സ് എടുക്കാവുന്നതാണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് നമ്മുടെ ആപ്പിൽ റണ്ണിംഗ് ആയിട്ടുള്ളത്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആപ്പ് കമ്പ്യൂട്ടറിൽ കിട്ടുമെന്ന് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൽ കിട്ടും, ഫോണിലും കിട്ടും, കമ്പ്യൂട്ടറിലും കിട്ടും. ഓക്കെ, അപ്പോ ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആരവല്ലി സഫാരി പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്കാണ് ഏത്? ആരവല്ലി സഫാരി പാർക്ക്. നിലവിൽ വരുന്ന ഏറ്റവും വലിയ സഫാരി പാർക്കാണ് ഏത്? ആരവല്ലി സഫാരി പാർക്ക്. ഇത് എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ്. അപ്പൊ ആരവല്ലി സഫാരി പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഹരിയാന. PSC 1 മാർക്ക് ചോദ്യം. ലാബദ ലേഡീസ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 2025 97ാമത് ഓസ്കാർ അവാർഡിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണെന്ന് ചോദിച്ചാൽ ലാബദ ലേഡീസ് ആണ്. ഈ ലാബദ ലേഡീസിന്റെ സംവിധായകൻ ആരാണ്? കിരൺ റാവു. 1 മാർക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ലാബദ ലേഡീസും അതിന്റെ സംവിധായകന്റെ പേരും. ലാബദ ലേഡീസ് 97ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ്. ഇതിന്റെ സംവിധായകൻ കിരൺ റാവു. ജനുവരി 25 പ്രത്യേകത എന്താണ്? വോട്ടേഴ്സ് ഡേ. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം ചെയ്തത്. അപ്പൊ അതിന്റെ സ്മരണാർത്ഥമാണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നു മുതൽ? 2011 മുതലാണ് വോട്ടേഴ്സ് ഡേ ജനുവരി 25 ആചരിക്കാൻ തുടങ്ങിയത്. 2025 തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ് 2025 തീം ആയിരുന്നത്. വോട്ടേഴ്സ് ഡേ, സമ്മതിദായക ദിനം എന്ന് പറയും. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. WEF എന്താണ്? വേൾഡ് എക്കണോമിക് ഫോറം, ലോക സാമ്പത്തിക ഫോറം. അപ്പോ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 55ാമത് ഉച്ചകോടി നടന്നത് എവിടെ? സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. 55ാമത് ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടി നടന്നത് എവിടെ? ദാവോസ്, സ്വിറ്റ്സർലൻഡ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. എല്ലാം നിങ്ങൾ നോക്കിയിരിക്കുക. ഇതില് ലാബദ ലേഡീസ് 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. അതുപോലെ പോലീസ് സ്റ്റേഷൻ, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, രാമസ്വാമി മാണിക്യ വാസകം, ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു, ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഓടക്കുഴൽ പുരസ്കാരം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോനാമാർഗ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.